കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായൊരു റെക്കോർഡിനുടമയെന്ന വിശേഷണം വർഷങ്ങളായി ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന പേരാണ് റോഷി അഗസ്റ്റിൻ. മുന്നണികൾ മാറിയാലും മണ്ഡലം മാറാത്ത നേതാവ്. ഈ വിശേഷണം ആദ്യം കേൾക്കുമ്പോൾ അത് ജനവിശ്വാസത്തിന്റെ പരമാവധി പ്രതിഫലനം പോലെ തോന്നും. പക്ഷെ രാഷ്ട്രീയത്തിൽ ദീർഘകാലം തുടരുന്നത് എല്ലായ്പ്പോഴും ജനാധിപത്യ വിജയമാകണമെന്നില്ല. ചിലപ്പോഴത് മത്സരത്തിന്റെ അഭാവവും നേതൃത്വത്തിന്റെ കെട്ടിപ്പാടുമാകാം. 2001 മുതൽ തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുവരുന്നത് വ്യക്തിപരമായ ജനപ്രീതി മാത്രമല്ല, സംഘടനാപരമായ പിടിച്ചുപറി രാഷ്ട്രീയത്തിന്റെ ഫലവുമാണ്. പല ഘട്ടങ്ങളിലും ശക്തമായ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയിട്ടും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജ് പോലുള്ള പരിചയസമ്പന്നൻ വരെ മത്സരിച്ചിട്ടും മണ്ഡലം മാറാൻ തയ്യാറാകാത്തത് ജനാധിപത്യ സംസ്കാരത്തിലെ ആരോഗ്യകരമായ മാറ്റങ്ങളെ തടഞ്ഞുവെച്ചു എന്ന വിമർശനം ഉയരുന്നു. രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റം സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ അത് തടഞ്ഞു നിർത്തുമ്പോൾ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരിമിതമാകുന്നു. 2021 തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പരീക്ഷണമായിരുന്നു. വർഷങ്ങളോളം UDFൽ നിന്ന ശേഷം കേരള കോൺഗ്രസ് LDFിലേക്ക് മാറിയപ്പോൾ വോട്ടർമാർ എന്ത് പ്രതികരണം കാണിക്കുമെന്നത് സംസ്ഥാന രാഷ്ട്രീയമൊട്ടാകെ ശ്രദ്ധിച്ച വിഷയമായിരുന്നു. മുന്നണി മാറിയിട്ടും വീണ്ടും വിജയിച്ചതിനെ അനുകൂലികൾ വ്യക്തിപരമായ കരിസ്മയായി ചിത്രീകരിച്ചു. എന്നാൽ വിമർശകർ അത് ഭരണകക്ഷി യന്ത്രങ്ങളുടെ പിന്തുണയും അധികാരത്തിന്റെ ആനുകൂല്യവും ചേർന്നുണ്ടായ രാഷ്ട്രീയ സൗകര്യമെന്ന് വിലയിരുത്തി. രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഇവിടെ ഉയരുന്നു. ഒരേ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ജനവിധി തേടിയ നേതാവ് അധികാര സൗകര്യത്തിനായി പാളയം മാറുമ്പോൾ അത് ജനവിധിയുടെ ആത്മാവിനോടുള്ള ബഹുമാനമാണോ? തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളും മുന്നണി ആശയധാരയും മാറുമ്പോൾ വോട്ടർമാരുടെ വിധിയെ പുതിയ അർത്ഥത്തിലാക്കുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇന്നുവരെ ലഭിച്ചിട്ടില്ല. ഇതോടൊപ്പം പാർട്ടി അകത്തെ ഭിന്നതകളും ഇടയ്ക്കിടെ തലപൊക്കിയിരുന്നു. ചെയർമാൻ ജോസ് കെ മാണിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാർത്തകൾ പൊതുവേദികളിൽ നിഷേധിച്ചെങ്കിലും പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കുറഞ്ഞിട്ടില്ലെന്ന സൂചനകൾ പലപ്പോഴും പുറത്തുവന്നു. ഔദ്യോഗിക നിഷേധങ്ങളുണ്ടെങ്കിലും പ്രവർത്തകരുടെ നിലപാടുകളും പ്രാദേശിക നീക്കങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. ജലവിഭവ വകുപ്പിന്റെ ചുമതല കൈകാര്യം ചെയ്യുമ്പോൾ പോലും വലിയ ദൂരദർശന പദ്ധതികളേക്കാൾ പ്രാദേശിക രാഷ്ട്രീയ സംരക്ഷണമാണ് മുൻഗണനയെന്ന വിമർശനം ശക്തമാണ്. വികസനമെന്നത് റോഡോ കെട്ടിടമോ മാത്രമല്ല, ഭരണാപരമായ സുതാര്യതയും ഭാവി ദർശനവുമാണ്. എന്നാൽ മന്ത്രിസ്ഥാനത്തിന്റെ പ്രാധാന്യം പലപ്പോഴും മണ്ഡല രാഷ്ട്രീയത്തിൽ ഒതുങ്ങിയെന്ന അഭിപ്രായം ഉയരുന്നു. ഇടുക്കിയിൽ വർഷങ്ങളായി തുടരുന്ന ഒരേ മുഖം ഇന്ന് രാഷ്ട്രീയ ക്ഷീണത്തിന്റെ പ്രതീകമാകുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. സ്ഥിരം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം എന്ന ആത്മവിശ്വാസം ചിലപ്പോൾ ജനങ്ങളുടെ നിശബ്ദ പ്രതിഷേധം കാണാതെ പോകാൻ കാരണമാകുന്നു. വേദികളിൽ ജനക്കൂട്ടമുണ്ടെങ്കിലും രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ പുതിയ തലമുറയുടെ ഇടിവ് വ്യക്തമാണ്. അവർ രാഷ്ട്രീയം വിട്ടുപോകുന്നത് നേതാക്കളുടെ സ്ഥിര അവകാശ മനോഭാവത്തോടുള്ള പ്രതികരണമായാണ് കാണപ്പെടുന്നത്. ജനാധിപത്യത്തിൽ മത്സരിക്കരുതെന്ന് ആരും പറയുന്നില്ല. മത്സരിക്കണം. പക്ഷേ ജനങ്ങൾക്ക് മാറ്റം തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ അവസരം ലഭിക്കണം. ഒരേ നേതാവ് പതിറ്റാണ്ടുകളോളം മണ്ഡലത്തെ കൈവശം വയ്ക്കുമ്പോൾ അത് ജനവിശ്വാസത്തിന്റെ തെളിവാണോ അല്ലെങ്കിൽ പ്രത്യാമ്നായങ്ങൾ വളരാതിരിക്കാൻ രൂപം പഠിച്ച രാഷ്ട്രീയ ഘടനയാണോ എന്ന സംശയമുയരും. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. പഴയ ഉറച്ച വോട്ട് ബാങ്ക് രാഷ്ട്രീയം പതുക്കെ ക്ഷയിക്കുന്നു. വ്യക്തിപ്രാധാന്യമുള്ള രാഷ്ട്രീയത്തിന്റെ കാലം കുറഞ്ഞുവരുന്നു. ഈ സാഹചര്യത്തിൽ പഴയ വിജയങ്ങളുടെ കണക്ക് മാത്രം മതിയാകില്ല. ജനങ്ങൾ ഇനി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് ചരിത്രത്തിനല്ല, ഭാവിക്കാണ്. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ദീർഘകാല രാഷ്ട്രീയ ഏകാധിപത്യ മനോഭാവത്തോടുള്ള ജനവിധിയാകാനും സാധ്യതയുണ്ട്.